നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശ്രീലേ, നമ്മൾ കഴിഞ്ഞ ദിവസം തലസ്ഥാന നഗരം സാക്ഷ്യം വഹിച്ചത് സമാനതകളില്ലാത്ത സംഭവങ്ങളാണ് അല്ലേ? അതെ. അതായത് ഇ ഡി അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇ ഡി ഉദ്യോഗസ്ഥർ ഒരു കേസ് അന്വേഷിക്കാൻ, പിന്നെ രേഖകൾ പരിശോധിക്കാൻ, മൊഴിയെടുക്കാനൊക്കെ ആയിട്ട് നമ്മുടെ മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മകളെ ചോദ്യം ചെയ്യാനും മൊഴിയെടുക്കാനും ഒക്കെയാണ് അവർ വന്നത്. മകളുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. പക്ഷേ ആ ഇ ഡി ഉദ്യോഗസ്ഥരോട് എങ്ങനെയാണ് CPM-ൻ്റെ നേതാക്കളും അണികളും പ്രവർത്തകരും ഒക്കെ പ്രതികരിച്ചത് എന്ന് നമ്മൾ കണ്ടു. സത്യത്തിൽ എന്താണ് CPM ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? അതായത് ഈ ഇ ഡി ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്ത രീതി വളരെ മോശമാണ്. അത് എല്ലാവരും ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ CPM എന്താണ് ലക്ഷ്യമിടുന്നത്? ഒരു ചെറിയ തിരുത്തോടുകൂടി പറയാമേ. അതായത് പ്രശാന്ത് മൊഴിയെടുക്കുക എന്ന് പറഞ്ഞു. മൊഴിയെടുക്കുക എന്ന് പറഞ്ഞാൽ സാക്ഷിയുടെയാണ് മൊഴിയെടുക്കുന്നത്. പ്രതിയാവുമ്പോൾ ചോദ്യം ചെയ്യുക. അപ്പൊ അത് ഓർക്കാതെ പ്രശാന്ത് പറഞ്ഞു. പക്ഷെ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം വീണ വിജയൻ പ്രതിയാണ് കേസ്. അപ്പൊ വീണ വിജയന്റെ മൊഴിയെടുക്കലല്ല, വീണ വിജയനെ ചോദ്യം ചെയ്യലാണ്. ഒരു സാക്ഷിയാണെങ്കിൽ ചോദ്യം ചെയ്യലാണ്. അപ്പോൾ ചോദ്യം ചെയ്യാനും രേഖകൾ പിടിച്ചെടുക്കാനും ഒക്കെ ആയിട്ടാണ് വന്നത്. വളരെ അതീവ രഹസ്യമായിട്ടാണ് ഇ ഡി എത്തിയത്. ഏതാണ്ട് 7 മണിയോടുകൂടി തന്നെ പിണറായി വിജയന്റെ വീട്ടിലേക്ക് വന്ന് ആരെയും പുറത്തു വിടാതെയും പുറത്തുനിന്ന് ആരെയും അകത്ത് കയറ്റാതെയും വളരെ പെട്ടെന്നായിരുന്നു ഇ ഡി അവിടേക്ക് എത്തിച്ചേർന്നത്. നമുക്ക് ഞാൻ മനസ്സിലാക്കുന്നത് തമ്പാനൂർ വന്ന് തമ്പാനൂർ വന്ന് തമ്പാനൂരിൽ നിന്ന് പ്രൈവറ്റ് വെഹിക്കിൾ എടുത്ത് ആ പ്രൈവറ്റ് വെഹിക്കിളിലാണ് വന്നത്. അത് ഇ ഡിയുടെ വാഹനമല്ല, ഇന്നലെ അടിച്ചു തകർത്ത വാഹനങ്ങൾ. അപ്പോൾ അങ്ങനെ വന്നു. അതായത് ഈ വിവരങ്ങൾ ചോർന്നു പോകാതിരിക്കാൻ വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു റെയ്ഡായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ചെന്നു, കൃത്യമായി തന്നെ നോട്ടീസ് കൊടുത്ത് ചോദ്യം ചെയ്തു. അങ്ങനെയാണ് വീണ വിജയനെ ചോദ്യം ചെയ്യുന്നത്. ഏതായാലും ഈ സംഭവം നടക്കുമ്പോൾ ആരും CPM-കാരും അറിഞ്ഞിരുന്നില്ല. അല്പസമയം കഴിഞ്ഞതോടുകൂടി CPM-കാർ ഇത് പതുക്കെ അറിയാൻ തുടങ്ങി. അറിഞ്ഞ ഉടനെ തന്നെ CPM-ന്റെ, അതായത് VK പ്രശാന്ത്, നമുക്കറിയാം, മുൻ മേയറായിരുന്നു, മുൻ MLA ആയിരുന്നു വട്ടിയൂർക്കാവിൻ്റെ. VK പ്രശാന്തിന്റെ നേതൃത്വത്തിൽ കുറച്ച് ആൾക്കാർ അവിടെ വന്ന് തടിച്ചുകൂടുന്ന വളരെ കുറച്ച് ആൾക്കാർ അവിടേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. ഈ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം. ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരണമെങ്കിൽ പിന്നെ കാസർഗോഡ് തൊട്ടുള്ള പ്രതിനിധികൾ വരണം. പക്ഷെ കുറച്ച് പേരെ വെച്ചിട്ടായിരിക്കും. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ആൾക്കാരെ കൂട്ടി അവിടെ ഒരു സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു. സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ആഹ്വാനം ഉണ്ടായത് കൂടുതൽ ആൾക്കാരെ അവിടേക്ക് വരുത്താനും കൂടുതൽ ആൾക്കാരെ വന്നുകൊണ്ട് പ്രതിഷേധിക്കാനുള്ള ഒരു തീരുമാനമെടുത്തത്. അതുപ്രകാരം അല്പം കഴിഞ്ഞപ്പോഴേക്കും ഓരോരോ ഘട്ടങ്ങളായി ആദ്യം വിജോയ് എത്തി, പിന്നീട് MLA മറന്ന സമയം ഞാൻ വേണേൽ പറഞ്ഞുതരാം. ഏതാണ്ട് 6 മണിയോടെയാണ് അവിടേക്ക് ഇ ഡി എത്തിച്ചേരുന്നത് പിണറായി വിജയന്റെ വീട്ടിലേക്ക്. ബേക്കറി ജംഗ്ഷനുള്ള വാടക വീട്ടിലാണ് വന്നത്. അതിനുശേഷം ഏതാണ്ട് 7 മണിയോടുകൂടി അവിടേക്ക് പ്രശാന്ത സംഘവും എത്തിച്ചേരുന്നു. പ്രശാന്ത സംഘവും എത്തിച്ചേർന്ന ശേഷം ഒരു 9 മണി 10 മണി ആയപ്പോഴേക്കും 10 മണിയോടെ വിജോയ് MLA-യും മുൻ മന്ത്രി വി ശിവൻകുട്ടിയും കാറിൽ വന്നിറങ്ങി. 10:40 മുൻ ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ എത്തുന്നു. തുടർന്ന് റെയ്ഡ് നടക്കുന്ന വീടിന് പിന്നിൽ റോഡ് ഉപരോധിച്ച് നേതാക്കളും പ്രവർത്തകരും കുത്തിയിരിക്കുന്നു. അതിനിടെ യോഗം ചേരുന്നു, സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നു. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കൂടുതൽ പ്രവർത്തകരെ അവിടേക്ക് വരുത്താൻ ആഹ്വാനം ചെയ്യുന്നു. അത് ബിനീഷ് കോടിയേരി ഈ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ബിനീഷ് കോടിയേരി സ്ഥലത്തുണ്ടായിരുന്നു. അക്രമികളെല്ലാം ഏകോപിപ്പിച്ച ബിനീഷ് കോടിയേരിയുടെ നേതൃത്വത്തിലാണ്. എനിക്കൊരു സംശയം, ഇടയ്ക്കേറി ചോദിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ട് തോന്നരുത്. ഈ വീണ തായ്ക്കണ്ടിക്ക് CPM-ഉമായിട്ട് എന്താണ് ബന്ധം? വീണ തായ്ക്കണ്ടിയുടെ അച്ഛൻ CPM-ന്റെ നേതാവാണ്, മന്ത്രിയായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു, ഒക്കെ സമ്മതിച്ചു. പക്ഷെ വീണ തായ്ക്കണ്ടിയെ ചോദ്യം ചെയ്യാൻ ഇ ഡി വരുമ്പോൾ എന്തിനാണ് CPM-കാർ? യഥാർത്ഥത്തിൽ ഈ എക്സാലോജിക്കും വീണ തായ്ക്കണ്ടിയും ഒക്കെ വെറും ഒരു മറ മാത്രമാണ്. ഇത് പിണറായി വിജയന് കിട്ടിയ കൈക്കൂലിപ്പണം തന്നെയാണ്. ആദായം ഈ എവിടെ നിന്നോ കിട്ടിയ ഒരു പണം. അത് ഇനിയും ഏത് തരത്തിലാണ് എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത്. അത് പിണറായി വിജയന് കിട്ടിയ പണം തന്നെയാണ്. വെറും ഒരു വീണ വിജയനായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഈ 1,82,00,000 രൂപയ്ക്ക് ക്ഷമിക്കണം, 1,72,00,000 രൂപയാണ് ടോട്ടൽ അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഒരു വർഷം 96 ലക്ഷം വെച്ച് 2017, 18, 19, 20 കിട്ടിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു തുകയാണ് കിട്ടിയിരിക്കുന്നത്.
അത് മൈക്രോസോഫ്റ്റ് വിൻഡോസും മൈക്രോസോഫ്റ്റ് വേർഡും ഒക്കെ അതെ. ആണ് സർവീസ് കേട്ടാൽ ചിരി വരും. അതെ, അതാണ് അതിനാണ് ഈ 1 കോടി സർവീസിന് വേണ്ടിയാണ് കിട്ടിയതെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ പ്രതിരോധിക്കേണ്ടത്, അല്ലെ പിണറായി വിജയന് പ്രശ്നം വരുമ്പോൾ പ്രതിരോധിക്കേണ്ടത് CPM-ന്റെ ഒരു ആവശ്യമാണ്. അതായത് അന്വേഷണം വീണയിൽ നിന്ന് പിണറായിലേക്ക് എത്തും എന്നിവർക്ക് ഉറപ്പുണ്ട്. വീണ തന്നെ ചെയ്ത ഒരു കുറ്റകൃത്യമല്ല അത്. അതുകൊണ്ട് തന്നെയാണ് ഈ CPM ഇടപെട്ട്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ മുമ്പും ചില ചർച്ചകളിൽ പറഞ്ഞതാണ്, എക്സാലോജിക് എന്ന് പറയുന്നത് ഒരു കടലാസ് കമ്പനിയാണ്. ഈ കടലാസ് കമ്പനിയുടെ പുറകിൽ വളരെ കൃത്യമായിട്ട് പിന്നിൽ തന്നെ ഗൂഢാലോചന ഇതിനു മുമ്പേ കണ്ടെത്താമായിരുന്നു. കാരണം നമുക്കറിയാമല്ലോ, ഈ നയതന്ത്ര ഡിപ്ലോമാറ്റിക് ബാഗേജിൽ സ്വർണ്ണ കവർച്ച നടത്തുമ്പോൾ ഇവിടെ നിന്ന് സ്വപ്ന സുരേഷിനെ കടത്തിയത് ബാംഗ്ലൂരിലേക്കാണ്. ബാംഗ്ലൂരിൽ വളരെ എക്സാലോജി കമ്പനിയുടെ വളരെ അടുത്തുള്ള ഒരു ഹോട്ടലിലാണ് അവരെ താമസിപ്പിച്ചത്. ഈ ബന്ധങ്ങളൊക്കെ അന്നേ അന്വേഷിച്ചാൽ കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ യഥാർത്ഥത്തിൽ. അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയനെ പ്രതിരോധിക്കാമെന്ന തീരുമാനം എടുത്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് 11 മണിയോടുകൂടിയാണ് സെക്രട്ടറി MV ഗോവിന്ദൻ ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നു. ആ വാർത്താ സമ്മേളനത്തിലാണ് പിണറായി വിജയന് പൂർണ്ണ പിന്തുണ അറിയിക്കുന്നു, പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്യുന്നു. ആലോചിച്ച് നോക്കണം. അങ്ങനെ സംസ്ഥാനം മുഴുവനും പ്രതിഷേധം തുടങ്ങിയത്. അപ്പൊ കേരളത്തിൽ ആലോചിച്ച് നോക്കൂ, എല്ലാ സ്ഥലത്തും ഇന്നലെ പ്രതിഷേധം നടന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. EDയുടെ റെയ്ഡ് 12 സ്ഥലത്ത് നടക്കുന്നു. അതിൽ കേരളത്തിൽ 10 സ്ഥലത്തുണ്ട്. പിണറായി വിജയന്റെ പിണറായിയിലെ വീട്, അതായത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ റിയാസിന്റെ കോട്ടൂളിയിലെ വീട്, അച്ഛനമ്മമാർ താമസിക്കുന്ന വീട് ഒക്കെ അടക്കമാണ് റെയ്ഡ് ചെയ്തത്. അപ്പോൾ ഏതാണ്ട് 12 മണിയോടുകൂടി DYFI അവിടേക്ക് പ്രകടനമായി എത്തുന്നു. വടിവാളും ഒക്കെ ആയിട്ടാണ്, കല്ലും വടികളും. വടിവാൾ ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു, സത്യമാണോ എന്നറിയില്ല. കല്ലും വടികളും എന്തായാലും ഉണ്ടായിരുന്നു. ഇത്രയും ഒക്കെ ആയിട്ടും പോലീസ് അവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല, അല്ലെങ്കിൽ പോലീസ് കൂടുതൽ പോലീസിനെ വിന്യസിച്ചില്ല എന്നുള്ളത് ഏറ്റവും സംശയകരമായി തന്നെ നിൽക്കുന്നു. വൈരുദ്ധ്യമായിട്ട്. അതെ, അത് സംശയകരമായി. ഒരു സിറ്റി പോലീസ് കമ്മീഷണർ ഉണ്ട്. ആ കമ്മീഷണർ അവധിയായിരുന്നു എന്നൊക്കെ പറയുന്നു. കമ്മീഷണർ അവധിയാണെങ്കിൽ അല്ല, പിന്നെ ഒരു സൗത്ത് സോൺ IG ഉണ്ട്. അല്ല, നമ്മൾ സാധാരണ നിലയ്ക്ക് തിരുവനന്തപുരത്ത് ഒരു സമരം ഉണ്ടാകുന്നു, 10 പേര് കൂടി അവിടേക്ക് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഇതായി. ഇപ്പൊ പോലീസ് ലാത്തിചാർജ് ചെയ്യുന്നു എന്നിരിക്കട്ടെ, ലാത്തിചാർജ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ജലപീരങ്കി അടിക്കുന്നു. സാധാരണ ജലപീരങ്കി അടിക്കുന്നു, പിരിഞ്ഞു പോകും. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ജലപീരങ്കി കഴിഞ്ഞ് ലാത്തിചാർജ് നടക്കുമ്പോൾ തന്നെ കമ്മീഷണർ അവിടെ എല്ലാവരും വരും. അതുപോലെ സൗത്ത് സോൺ IG ഇന്നലെ ഇവരാരും വന്നിട്ടില്ല. അവസാനം വരുന്നത് ADGP ആണ്. അതെല്ലാം കഴിഞ്ഞ് ഈ ഏരിയ കമ്മിറ്റി ഓഫീസിനകത്ത് ഒളിച്ചിരുന്ന പ്രതികളെ തരണം എന്ന് യാചിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാനത്തിന്റെ ADGP, ഒരു വളരെ ഉയർന്ന ഒരു IPS ഉദ്യോഗസ്ഥൻ വരികയാണ്. ഇങ്ങനെ ഒരു വലിയ വൈരുദ്ധ്യമാണ് നമുക്ക് ഇന്നലെ കാണാൻ കഴിയും. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാവിലെ 7 മണിക്ക് വന്ന ED ഏതാണ്ട് 8.5 മണിക്കൂർ നേരത്തെ റെയ്ഡ് പൂർത്തിയാക്കിയാണ് ഉച്ചയ്ക്ക് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. 8.5 മണിക്കൂർ നേരം എടുത്തു. പെട്ടെന്നുണ്ടായ സംഭവമല്ല. അവിടെ ആളുകൾ തടിച്ചു കൂടുമ്പോൾ ED ഉദ്യോഗസ്ഥർക്ക് പുറത്തേക്ക് പോകണം. അത് വലിയ പ്രശ്നത്തിൽ കലാശിക്കുമെന്ന് അറിയാത്തവരല്ല കേരളത്തിലെ പോലീസ്. സാധാരണഗതിയിൽ 10 പേര് സെക്രട്ടറിയേറ്റിന്റെ അവിടെ, നമ്മൾ വെറുതെ പോയി ഒന്ന് നിന്ന് നോക്കിയ ഒരു 10 പേര് വെറുതെ പോയി ആ മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ നിന്ന് പോലീസ് ഫോഴ്സ് വരുമോ എന്നറിയാം. അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്ക് തിരുവനന്തപുരത്തുള്ളവർക്ക് അറിയാം. പിന്നെ ഇത് മുൻകൂട്ടി അറിയിച്ചില്ല, കണ്ടില്ല, പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നത്, ഇപ്പൊ മുൻകൂട്ടി അറിയിച്ചിട്ടാണോ അക്രമങ്ങൾ ഉണ്ടാകുന്നത്? ആഭ്യന്തര വകുപ്പിനെ മുൻകൂട്ടി അറിയിക്കാൻ പറ്റുമോ, ഞങ്ങൾ ഇന്ന് അക്രമം നടത്തുന്നുണ്ട്, പോലീസിനെ കൊണ്ടുവരാൻ? പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇത് വളരെ പെരുമാറില്ല. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടിരിക്കുന്നത് തന്നെയാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ പരാജയത്തെക്കാൾ ഉപരി പലയിടത്തും കെടുകാര്യസ്ഥതയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെ മാറ്റാത്ത വലിയ പ്രശ്നമുണ്ട്. കാരണം ഇത് പിണറായി പോലീസാണ്. ഇപ്പോഴും ഇത് പിണറായിയുടെ പോലീസ് അതുകൊണ്ടാണല്ലോ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് പോലും പിണറായി വിജയന്റെ വീടിന് മുന്നിൽ ഒരു ബാരിക്കേഡോ ഒരു ജലപീരങ്കിയോ ഒരു ഏതെങ്കിലും ടിയർ ഗ്യാസോ ഒന്ന് ആലോചിച്ച് നോക്കൂ. സെക്രട്ടറിയേറ്റിന് മുമ്പ് എത്ര തവണ ശ്വാസം മുട്ടിയിട്ടുള്ളവരോ നമ്മളൊക്കെ ടിയർ ഗ്യാസ് ഇതുകൊണ്ട്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ കൃത്യമായ തരത്തിൽ ഒരു അജണ്ട ഉണ്ടായിരുന്നു. അത് പോലീസ് അതിൽ ഇടപെട്ടില്ല എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, പക്ഷേ അതിന്റെ ലക്ഷ്യം എന്താണ്? അത് പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് കേരളത്തിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസത്തിന്റെ തലേ ദിവസവും ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് SFI കാട്ടിക്കൂട്ടുന്ന വിക്രികൾ തിരുവനന്തപുരം നഗരത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പോലീസുമായി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. അപ്പൊ എങ്ങനെയാണ് അടുത്ത ദിവസം ഈ SFIക്കാരടക്കമുള്ളവർ അവിടേക്ക് വരുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് നേതാക്കന്മാർ കുത്തിയിരുന്ന് പറഞ്ഞു? അവിടെ വന്ന് അവർ കാണിച്ചൊരു കാര്യമായിരുന്നു, അവിടെ ശാന്തമായിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി അവിടെ കുത്തിയിരുന്നു നേതാക്കന്മാരടക്കം. വി ജോയി അടക്കമുള്ളവരെല്ലാം, വി ജോയി, ആനാവൂർ നാഗപ്പൻ, ആര്യ, അവരെല്ലാം കുത്തിയിരുന്നവിടെ. കുത്തിയിരുന്ന ശേഷം ഇവർ സമാധാനപരമായി സമരം നടത്തുന്നുവെന്ന് കാണിച്ചു.
വിളിച്ചു പറഞ്ഞു പോലീസുകാരെ ഞങ്ങൾ സമാധാനപരമായ സമരം നടന്നെന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു CPM-കാരൻ പറഞ്ഞ പിന്മാറേണ്ടവരാണോ ഈ പോലീസുകാർ? അതാണ് അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമില്ല. സത്യത്തിൽ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, മിനിഞ്ഞാന്ന് മുതൽ, അതായത് 2 ദിവസം മുതൽ, ഈ തോറ്റത് മുതൽ പിണറായി വിജയനെതിരെ വ്യാപകമായ ആക്രമണം കേരളത്തിലുടനീളം നടക്കുന്നു. തീർച്ചയായും ആ ആക്രമണത്തെ ചെറുക്കാൻ അവർക്ക് മറ്റെന്തെങ്കിലും ഒരു കാര്യം വേണം. അതിനൊരു രക്തസാക്ഷി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇത് സത്യത്തിൽ പിണറായി വിജയൻ്റെ അജണ്ടയാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. പിണറായി വിജയൻ അറിഞ്ഞില്ലെങ്കിലും ഇത് ദിവസങ്ങളായുള്ള ഒരു അജണ്ടയാണ്. യഥാർത്ഥത്തിൽ ഇന്നലെ വീണ്ടും പിണറായി പാർട്ടിയിൽ ശക്തനാകുന്നു എന്ന തരത്തിലുള്ള സൂചനകളാണ് ഇന്നലെ വന്നത്. കേരളമുടനീളം ഒരു സമരം, ആ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു, പിണറായി വിജയനെതിരെ ഇരവാദം ഉയർത്തുന്നു. പക്ഷേ ഇന്നലത്തെ കളി മറ്റൊരു കളിയായിരുന്നു. പക്ഷെ നടന്നില്ല. 2 ദിവസമായി SFI കളിക്കുന്നതും ഇന്നലെ CPM അടക്കമുള്ളവർ കളിച്ചതും ഒരു കൂത്തുപറമ്പ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോട് തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെങ്കിലും 3, 4, 5 രക്തസാക്ഷികളെ ഉണ്ടാക്കിയാൽ ഈ പുഷ്പനെ അറിയാമോ എന്ന പാട്ട് അടുത്ത ആരെങ്കിലും അറിയാമോ എന്ന് പാടാനുള്ളൊരു സംവിധാനം ഉണ്ടാകും. ഒരു സഹദേവനെയോ ഏതെങ്കിലും നകുലിനെയൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു മാർഗമുണ്ടാകും. അപ്പോൾ വീണ്ടും ഒരു രക്തസാക്ഷിയെ സൃഷ്ടിക്കുക, അതിൽ ഇങ്ങനെ പിടിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തുക. അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ, ഒരു രക്തസാക്ഷി വരുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ ഒന്നുകൂടി അലേർട്ട് ആവും. അപ്പോൾ അവരുടെ അണികൾ ഒന്നുകൂടി അലേർട്ട് ആവും, ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു ബോധം ഉണ്ടാവും. ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി CPM കളിച്ചുകൊണ്ടിരിക്കുന്ന കളി ഇതാണ്. പക്ഷേ അവിടെ സത്യത്തിൽ പരാജയപ്പെട്ടു പോയത് CPM തന്നെയാണ്. എത്രയൊക്കെ പ്രകോപനം ഉണ്ടായിട്ടും ED കേന്ദ്രസേനയെ കൊണ്ട് അത്തരത്തിലൊരു നീക്കം നടത്തിയില്ല. കേന്ദ്രസേനയെ വിളിച്ചാൽ വരാനൊക്കെ സംവിധാനമുണ്ട്. CRPF ഒക്കെ ഉണ്ടല്ലോ, റെഡിയാണ്, എപ്പോൾ വേണമെങ്കിലും വരും. പക്ഷെ കേന്ദ്രസേനയെ വിളിക്കാനോ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകാനോ ED ഉദ്യോഗസ്ഥന്മാർ തയ്യാറായില്ല എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ ED അറസ്റ്റിലേക്ക് തന്നെ പോകുമെന്നതിന്റെ സൂചന തന്നെയാണത്. ഇപ്പോഴേ ഒരു പ്രശ്നമോ പ്രകോപനവും ഉണ്ടാക്കണ്ട, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് ED തീരുമാനിച്ചതിന്റെ അടിസ്ഥാനം തന്നെ തീർച്ചയായും വീണ വിജയനെയും ഒരുപക്ഷെ പിണറായി വിജയനിലേക്ക് പോകുന്ന ഏതെങ്കിലും കാര്യം കിട്ടിയാൽ അതും തീർച്ചയായും അറസ്റ്റിലേക്ക് തന്നെ പോകുന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ കോടതിയുടെ ബാനൊക്കെ നീങ്ങിയിട്ടുണ്ട്. കോടതിയുടെ ബാൻ നീങ്ങിയിട്ടുണ്ട്. കോടതി പറഞ്ഞിട്ടുണ്ട് അന്വേഷിക്കാം. എന്നിട്ടും ഇന്നലെ കുത്തിയിരുന്ന ആനാവൂർ നാഗപ്പൻ പറയുന്നത് കോടതി വിധിയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിന് FIR പോലും ഇടണ്ടാന്ന്. FIR ഇട്ട് കോടതിയിൽ നടക്കുന്നത് അത് ആരെ പറ്റിക്കാനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഈ ബുദ്ധിയുള്ളവർക്ക് ഒരു ആജന്മ എന്താ പറയാ സ്വഭാവമാണ് ഈ പറയുന്നത് പോലെ ആടിനെ പട്ടിയാക്കുന്നത്. അതാ സംഭവിച്ചത്. അതായത് ആ കോടതി ഡേറ്റ് ഒക്കെ പറഞ്ഞിട്ട് 26-ാം തീയതി ഇറങ്ങിയ 26/5/2026 കോടതി വിധിയിൽ പറഞ്ഞിട്ടുള്ളത് ഇതിൽ FIR പോലും ഇടണ്ട എന്നുള്ളതാണെന്നാണ് കോടതി പറഞ്ഞത്. നിങ്ങൾ അന്വേഷിച്ചോളൂ എന്നാണ്. നേരെ തിരിച്ചാണ് EDക്ക് അന്വേഷിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ശശിധരൻ കർത്തയുടെ ഹർജി തള്ളി. അതാണ് ഒരു ഹർജി തള്ളുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഈ എതിർ പാർട്ടിക്ക് ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്രയും നാള് ഏതാണ്ട് എനിക്ക് തോന്നുന്നു കോടതികളിലായിട്ട് പല കോടതികളിലായിട്ട് ഈ കേസ് പലയിടത്തും കൊണ്ടൊന്ന് കേസ് കൊടുക്കുകയായിരുന്നു. കാരണം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം പിണറായി വിജയന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ആ സമയത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസി EDക്കെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച സംസ്ഥാനമാണ്. അപ്പൊ EDക്കും CBIക്കും ഒക്കെ അതുപോലത്തെ അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇതെങ്ങനെങ്കിലും ഒക്കെ നീട്ടിക്കൊണ്ടു പോകാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായി ബാംഗ്ലൂരിൽ കേസുണ്ട്. ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഹൈക്കോടതി, ജില്ലാ കോടതി മുതൽ കേരള ഹൈക്കോടതി അതാ അങ്ങനെ നാട്ടിൽ മുഴുവൻ കേസ് കൊടുത്ത് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 9 കോടി രൂപ ഈ കേസിന് മാത്രമേ അഭിഭാഷകർക്ക് കൊടുത്തു എന്നാണ് ഒരു കണക്ക് പുറത്തു വരുന്നത്. 9 കോടി രൂപ ഈ ഒരു കേസിൽ മാത്രമായിട്ട്, ഈ മാസപ്പടി കേസിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഈ മാസപ്പടി കേസിൽ കഴമ്പില്ലെങ്കിൽ ഉണ്ട്. ഇല്ലെങ്കിൽ ഈ 9 കോടി രൂപ കൊടുത്ത് കേസ് നടത്തേണ്ട കാര്യം എന്താ? എന്റെ പേരിൽ അങ്ങനെ ഒരു കേസ് വന്നാൽ ഞാൻ ഒരിക്കലും അതിൽ കണ്ടസ്റ്റ് ചെയ്യാൻ പോയില്ല. അതൊന്ന് രണ്ടാമത് കണ്ടസ്റ്റ് ചെയ്യാൻ പോയില്ല. അങ്ങ് ചെയ്യാത്തവരെന്തിനു കണ്ടസ്റ്റ് ചെയ്യണം? എന്തിനു ലോകത്തുള്ള വക്കീലന്മാരെല്ലാം വെച്ച് കേസ് നടത്തണം? പിണറായി വിജയന്റെ മോളായതുകൊണ്ട് ഒരിക്കലും ഒരു തെളിവുമില്ലാതെ ഒരിക്കലും ജയിലിൽ കൊണ്ടുപോകാനുള്ള സാഹചര്യം ഒരുങ്ങില്ല. അത് കേരളത്തിലെ മനുഷ്യർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. സാധാരണക്കാരൊരാളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ അടിച്ചേൽപ്പിക്കാന്ന് പറയാം, അങ്ങനെ പോലും ചെയ്യാൻ സാധിക്കില്ല. കോടതിയിലെത്തി പോകും. അപ്പൊ ഈ കോടതികളെ സ്വാധീനിച്ചുകൊണ്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായി വലിയ വലിയ അഭിഭാഷകരെ വിലക്കെടുത്തുകൊണ്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഈ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുമ്പോൾ ശരിക്കും 5 വർഷത്തിൽ കൂടുതലായി ഈ കേസ് തുടങ്ങിയിട്ട് ഇത്തരം കേസുകൾ. അതെ, ഇപ്പൊ EDക്ക് അന്വേഷിക്കാം എന്ന അവസ്ഥ വന്നപ്പോ ED വളരെ പെട്ടെന്ന് അതിൽ ആക്ട് ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത അപ്പീലും അതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ കിട്ടണം. അപ്പൊ അതുകൊണ്ടാണ് അവർ അതുമായി മുമ്പോട്ട് വന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഞാൻ ഇപ്പോ അറിഞ്ഞത് വാർത്തകളിൽ നിന്ന് കിട്ടുന്ന വിവരമനുസരിച്ച് ഏതാണ്ട് 8,36,00,000 രൂപ വിവിധ അക്കൗണ്ടുകളിലായിട്ട് വീണയുടെ പേരിൽ 18,36,00,000 18 കോടിയാണ്.
ഏതാണ്ട് അത് ഇപ്പൊ ഇത് ചെയ്തു എന്നാണ്. അത് ഇപ്പോ പിന്നെ മരവിപ്പിച്ചിരിക്കും. എനിക്കത് വീണയുടെ അക്കൗണ്ട് ആണോ സ്ഥിര നിക്ഷേപമാണോ അതോ ഒരു ക്ലാരിറ്റി കുറവുണ്ട്, അതോ എല്ലാ അക്കൗണ്ടിലൂടെ ഉള്ളതാണോ എന്ന് പറയുന്നത് വിവരങ്ങൾ കൂടുതൽ പുറത്തു വരാനിരിക്കുന്നുള്ളൂ. ഏതായാലും 18 കോടി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 18 കോടി 36 ലക്ഷം രൂപ ഇപ്പൊ മരവിപ്പിച്ചിട്ടുണ്ട്. ഫോൺ അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. ഇന്നലെ CPM-കാർ പേഴ്സണൽ ഫോൺ എടുത്തിട്ടുണ്ട്. ഇന്നലെ CPM-കാർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, ഒന്നും കിട്ടിയില്ല എന്ന് എഴുതി കൊടുത്തിട്ട് പോയി എന്നാണ്. ED എഴുതി കൊടുത്തിട്ടുണ്ട്. അതവിടെ കണ്ണൂരുള്ള വീട്ടിലാണ്. കണ്ണൂരുള്ള വീട്ടിൽ നിന്ന് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ കണ്ണൂരൊന്നും ആയിരിക്കത്തില്ലെന്ന്, എവിടെയൊക്കെയാണെന്ന് അറിയില്ലല്ലോ. ഈ രേഖകളൊക്കെ ഇവർ കുറച്ചൊക്കെ കടത്തിയിട്ടുണ്ട്. ഇപ്പോൾ SFIOയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ചാണ് ഞാൻ പറഞ്ഞത്, ഈ 1,72,00,000 അല്ല 2,78,00,000 കിട്ടിയിരിക്കുന്നത്. അത് വർഷം 96 ലക്ഷം രൂപ. അതായത് വീണയ്ക്ക് ഈ കേസിൽ തീരെ കഴമ്പില്ല എന്ന് പറയുന്നവർ അറിയേണ്ട ഒരു കാര്യം, ആദായ നികുതി വകുപ്പിന്റെ അത് ജനങ്ങൾ പറയുന്നതിന് ഒരു മറുപടി കൂടിയാണ്. ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് സെറ്റിൽ ചെയ്തു. അത് സെറ്റിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദായ നികുതി വകുപ്പിന് എപ്പോഴും ആദായ നികുതി വകുപ്പിന് വേറൊന്നും അന്വേഷിക്കാൻ പറ്റില്ല. ആദായ നികുതി വകുപ്പിനെ അന്വേഷിക്കാൻ പറ്റില്ല ടാക്സിൽ എന്തെങ്കിലും വെട്ടിപ്പുണ്ടെങ്കിൽ അതിന് ഫൈൻ അടിക്കുക, ഫൈൻ അടച്ചു നിർത്തുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ എല്ലാവരും ചെയ്യുന്നതാണത്. അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ പണം എവിടെ നിന്ന് വന്നു, അത് എവിടെ നിന്ന് വന്നു, എങ്ങനെയാണ് ഇത് വന്നത്? ശശിധരൻ കർത്തയ്ക്ക് ഈ കമ്പനിയുമായുള്ള ബന്ധം എന്താണ്? അത് ഷേഡി ക്യാരക്ടറാണ്. ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഷോൺ ജോർജ് പരാതിയുമായി മുന്നോട്ട് പോയത്. കടലാസ് അതുമായി ബന്ധപ്പെട്ടാണ് യഥാർത്ഥത്തിൽ ഷോൺ ജോർജ് മുന്നോട്ട് പോയത്. ആ കേസിലാണ് ഇപ്പോൾ നിലവിൽ അതായത് SFIOയ്ക്ക് പരാതി കൊടുക്കുന്നു. അതായത് സെമി ജുഡീഷ്യൽ പവറുള്ള പരാതി കൊടുക്കുന്നു. അങ്ങനെയാണ് SFIO അന്വേഷണത്തിനിടയിലാണ് ഇത് കള്ളപ്പണമാണ്, അത് ഈ കള്ളപ്പണമാണ് എന്ന് മനസ്സിലായ ഉടനെ PML ആക്ട് അനുസരിച്ച്, അതായത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് അനുസരിച്ച് ED വരുന്നു. ED കേസ് അങ്ങനെയാണ് ഈ ED കേസ് ചാർജ് ചെയ്യുന്നത്. അല്ലാതെ ഇത് വീണ വിജയനെ കുരുക്കാൻ പ്രത്യേകിച്ച് പെട്ടെന്ന് വന്ന് ചെയ്ത കാര്യമൊന്നുമല്ല, നിയമപരമായ കാര്യം തന്നെയാണ്. ഈ കേസിൽ CPM പലരെയും തെറ്റിദ്ധരിപ്പിക്കുന്നത് അത് വെറുതെയാണ്. വീണ വിജയൻ ആയതുകൊണ്ട് വീണ വിജയൻ അല്ലല്ലോ, കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ എന്തുമാത്രം മന്ത്രിമാരുടെ മക്കളുണ്ട്. എത്രയോ കാലങ്ങളായി മന്ത്രിമാരുടെ മക്കൾ ഇവിടെ ഉണ്ട്. അവ പിണറായി വിജയന്റെ മകളെ മാത്രം ലക്ഷ്യം വെക്കുന്നു, അല്ലെങ്കിൽ പിണറായി വിജയനെ BJP-യിലേക്ക് കൊണ്ടുപോകാൻ എന്തിന് പിണറായി വിജയനെ BJP കൊണ്ടുപോകണം? എനിക്ക് മനസ്സിലാവുന്നില്ല. പിണറായി വിജയനെ പോലെ ഒരാളെ BJP-ക്ക് എന്തിനാണ്? CPM-ന് പോലും വേണ്ടാതായിരിക്കുന്നു. അങ്ങനെ ഒരാളെ BJP-ക്ക് ആവശ്യമില്ലെന്നേ. BJP-ക്ക് ഇഷ്ടംപോലെ നല്ല നേതാക്കന്മാരുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിണറായി വിജയൻ എന്ന് കേട്ടാൽ ട്രംപ് വരെ പേടിച്ച്. അതെ അത് ശരിയാണ്. ഇപ്പൊ ഇവര് എന്തായാലും CPM-ന്റെ ലക്ഷ്യം പാളിയിരിക്കുന്നു. കേന്ദ്ര സേനയെ കൂത്തുപറമ്പ് സൃഷ്ടിക്കാനുള്ള നീക്കമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ ഇനിയും അത്തരത്തിലുള്ള നീക്കം ഉണ്ടായാൽ എല്ലാവരും തീഹാർ ജയിലിൽ കിടക്കും. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം വലിയ നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. അറസ്റ്റ് ചെയ്താൽ കൊണ്ടുപോവുക ഇവിടുത്തെ ജയിലിലല്ല, നേരെ ഡൽഹിക്കായിരിക്കും കൊണ്ടുപോകുക. തീഹാർ ജയിലിൽ കടന്ന് കാലം കഴിക്കേണ്ടി വരും. യോഗം ഉണ്ടെങ്കിൽ അത് തടയാൻ ആർക്കും പറ്റില്ല. അത് ശരി, അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിലെ CPM-കാരും കേരളത്തിലെ SFI-ക്കാരും കേരളത്തിലെ DYFI-ക്കാരും ഒക്കെ പറയുകയാണ്, വീണ വിജയൻ നിങ്ങളുടെ കൂടെ ആരുടെയും കൂടെ കൊടി പിടിക്കാൻ വന്നിട്ടില്ല. ഒരു കാലത്തും വീണ വിജയന്റെ മകനും കൊടി പിടിക്കാൻ വരുന്നില്ല. ഒരു കാലത്തും നല്ല കോളേജുകളിൽ സ്കൂൾ പഠിച്ച് അവരൊക്കെ മിടുക്കരായി കേരളത്തിന് വെളിയിലും ഒക്കെ പഠിക്കുന്നവരാണ്. നിങ്ങളുടെ കൂട്ടത്തിലൊന്നും അവരെ ആരെയും കിട്ടില്ല. നിങ്ങൾ വെറുതെ വീണ വിജയന് വേണ്ടി അടികൊണ്ട് ജയിലിൽ പോയി നിങ്ങളുടെ ഭാവി 10-20 വർഷമാണ് പോകുന്നത്. നിങ്ങളുടെ ഭാവി ഇല്ലാതാക്കരുത്. നിങ്ങൾ കൺസ്ട്രക്റ്റീവായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നേറാൻ ശ്രമിക്കേണ്ട യുവത്വത്തെ ഇങ്ങനെ വഴിതിരിച്ചു വിട്ട് സ്വന്തം മക്കളെ രക്ഷിക്കുന്ന ഈ നേതാക്കന്മാർ, സത്യം പറഞ്ഞാൽ ആ നേതാക്കന്മാർക്കെതിരെയായിരുന്നു ഇന്നലെ കേസെടുക്കേണ്ടത്. കാരണം ഇവരെ വിളിച്ചു വരുത്തി പാവം പിടിച്ച കുട്ടികളെ, ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വരിക്കുക എന്ന് പറയില്ല, അതുപോലെ പാവം പിടിച്ച കുട്ടികളെ വിളിച്ചു വരുത്തി ഇപ്പോൾ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കുട്ടികളെ അക്രമത്തിലേക്ക്, അതും സാധാരണ അക്രമം. നമ്മളിപ്പോൾ സാധാരണ കേരള പോലീസിന്റെ മുമ്പിൽ വരുന്ന ചെറിയ കാര്യങ്ങളല്ലല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. കേന്ദ്ര സേനയെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അത് ഗുരുതരമായ കുറ്റമാണ്. ഇപ്പൊ ED ആക്രമിച്ച ആൾക്കാർ ബംഗാളിൽ അവരുടെ അവസ്ഥ അറിയാലോ. 818 ദിവസമായിട്ട് ജയിലിൽ കിടക്കുക, ജാമ്യം പോലും ഇല്ല. സന്ദേശ് ഖാലിയില് പിന്നെ ഷാനവാസ് ഷെയ്ഖ് എന്നാണ് അയാളുടെ പേരെന്ന് തോന്നുന്നു. എന്തായാലും തൃണമൂൽ നേതാവിന് പറ്റിയ ഇതാണ്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടതും CPM-കാര് മനസ്സിലാക്കേണ്ടതും അണികൾ മനസ്സിലാക്കേണ്ടതും ഇതാണ്. ആവശ്യമുള്ള കാര്യത്തിന് സമരം ചെയ്യാം. അനാവശ്യമായി സമരം ചെയ്ത് ED പോലെയുള്ള ഏജൻസികളെ സമരം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. കോടതിയിൽ നടക്കുന്ന ഒരു കേസിൽ സമരം കൊണ്ട് ഇന്നലെ ഷോൺ ജോർജിന്റെ വീടിന് മുമ്പ് പോയിരിക്കുന്ന സമരം ചെയ്യാൻ ഷോൺ ഒരു പരാതി കൊടുത്തു. ഷോണിന് പരാതി കൊടുക്കാനുള്ള അവകാശമില്ലേ? പണ്ടേ അങ്ങനെയാണെന്നേ. കോടതികളെ CPM അവർക്കെതിരാവുമ്പോ ബൂർഷ്വാ കോടതികൾ വിളിക്കും. അവർ അനുകൂലമാണെങ്കിൽ കുഴപ്പമില്ല.
കോടതികളിൽ അവർക്ക് വിശ്വാസമില്ല. ആ. ഇന്ത്യൻ ഭരണഘടനയെ തന്നെ അവർ വിശ്വസിച്ചിട്ടില്ല. മാത്രമല്ല CPM ഭരണഘടനാ സ്ഥാപനങ്ങളെ വിശ്വാസമില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് CPM തിരിച്ചറിഞ്ഞത് എപ്പോഴാണ്? ക്രൂഷ്ചേവ് വന്ന് നെഹ്റുവിനെ കെട്ടിപ്പിടിച്ചപ്പോഴാണ്. അതിനു മുമ്പ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്തിരുന്നവരാണ് ഗാന്ധിയെ തെറിവിളിച്ചിരുന്നവർ. അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് പിന്നെ നേരം വെളുത്ത് വരാൻ കുറച്ച് വൈകും. അത് ദയവ് ചെയ്ത് അണികളെങ്കിലും തിരിച്ചറിയുക, നിങ്ങളുടെ ജീവിതം പാഴാക്കാതിരിക്കുക. അത് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ.